രേണുസുതിയെ എന്നെ കൂട്ടി അപവാദങ്ങൾ പറയുന്ന മനുഷ്യർ ഒന്ന് ഓർക്കണം. രേണുസുതി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ താരവുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. രേണുസുതി എന്ന രേഷ്മ പി തങ്കച്ചനും തങ്കന്റെ ഭാര്യയുമെല്ലാം ഇപ്പോൾ താമസിക്കുന്ന സുതിലയം എന്ന വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബിൾ ഫിലിപ്പ് എന്ന ആ ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപവാദങ്ങളാണ് അദ്ദേഹം കേൾക്കുന്നത്. രേണുസുതിയെയും അദ്ദേഹത്തെയും വെച്ചാണ് ചില അപവാദങ്ങൾ ഇവിടെ പ്രചരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ പറയുന്നതാണ്. അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ ഇനിയും നമ്മളോട് പറയാനുണ്ട്. അതിൽ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്, ഞാൻ ഈ ഒരു രേണുസുതി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ റിലേറ്റ് ചെയ്ത് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയെ അടക്കം ചെയ്തല്ലോ ഒരു പള്ളിയിൽ, ആ പള്ളി ഒരു തല്ലിപ്പൊളി പള്ളിയാണെന്ന് നമുക്ക് എല്ലാവരും മനസ്സിലായി കഴിഞ്ഞതാണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അവിടുത്തെ ആ ഒരു ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ 1-2 മാസമായിട്ട് ജയിലിലാണ്. പക്ഷേ ഒരു ക്രിസ്ത്യൻ ആചാരപ്രകാരം ആണോ സുധി എന്ന് പറയുന്ന വ്യക്തി അവിടെ അടക്കിയത് എന്നുള്ളൊരു ചോദ്യം ആദ്യം തൊട്ട് ഞാൻ ചോദിക്കുന്നതാണ്. സാധാരണ അങ്ങനെയാണ്. ഒരു ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരാളല്ല, ഒരു ഹിന്ദു ഒരു വ്യക്തിയാണ്, അയാൾക്ക് ക്രിസ്ത്യൻ മതപ്രകാരം അയാളെ അടക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ക്രിസ്ത്യാനിറ്റി, മാമോദിസ അങ്ങനെയുള്ള പരിപാടികൾ എന്തൊക്കെയോ ചെയ്യണം. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല. അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നമ്മുടെ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് അത് കേൾക്കാം. അതിനുശേഷം അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് സങ്കടങ്ങളുണ്ട്. ഒരു വീട് വെച്ച് കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്നത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയും. അതിനൊക്കെ മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ കാണാൻ പറ്റും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് അച്ഛൻ പറയുന്ന കാര്യത്തിലേക്ക്, ബിഷപ്പ് പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാം. കൊല്ലം സുധി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊല്ലം സുധി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും 2 കുഞ്ഞുങ്ങളും ഹിന്ദു വിശ്വാസത്തിൽ പ്രകാരമാണ് മുൻപോട്ട് പോകുന്നതാണ്. ഈ ആധാരം രജിസ്റ്റർ ചെയ്തതിനകത്തുള്ള പേരുകളെല്ലാം കിടക്കുന്ന ഹിന്ദു മക്കൾ, അവർ കൊല്ലം സുധിയുടെ മക്കൾ. അപ്പോൾ ഈ കൊല്ലം സുധിയുടെ മരണം സംഭവിച്ച സമയത്ത് രേണുസുതി പല ഇൻ്റർവ്യൂസിലും പറയുന്നത് ഞാൻ കേട്ടത്, രേണുസുധിയുടെ മൂത്ത മകൻ കിച്ചുവിൻ്റെ അഭിപ്രായപ്രകാരമാണ് പള്ളിയിൽ അടക്കാൻ അവർ തീരുമാനിച്ചതെന്ന് അവർ പറയുന്നു. പക്ഷെ പള്ളിയിലെ ആചാരപ്രകാരമാണെങ്കിൽ അതിന് ഉത്തരവ് എനിക്ക് പറയാം. നമുക്ക് ബാക്കി അദ്ദേഹം പറയുന്നത് കേൾക്കാം. അതിനു മുമ്പ് കിച്ചുവിൻ്റെ, രേണു തന്നെ പലയിടത്തും പറയുന്നത് നമ്മൾ കേട്ടു. അതായത് രേണുവിൻ്റെ മാത്രം ഒരു ഇൻട്രസ്റ്റ് കൊണ്ട്, രേണുവിൻ്റെ ഫാമിലിയുടെ ഇൻട്രസ്റ്റ് കൊണ്ടല്ല ഈ ഒരു പള്ളിയിൽ അടക്കിയത്, കിച്ചു പറഞ്ഞത് കൊണ്ട് എന്നാണ്. കിച്ചുവിന് ചിലപ്പോൾ ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ അവിടെ അടക്കിക്കൊള്ളാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഒരു ധാരണ ഉള്ള ഒരു പയ്യനായിരുന്നെങ്കിൽ അവൻ അറ്റ്ലീസ്റ്റ് ചോദിച്ചേനെ, ഈ മാമോദിസ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ടേ, അതൊന്നും ചെയ്യാതെ നേരെ ഒരു വ്യക്തി, അച്ഛൻ മരിച്ചുപോയി, അച്ഛനെ നേരെ എടുത്ത് കൊണ്ടുപോയി ഒരു പള്ളിയിൽ അങ്ങ് കൊണ്ട് കുഴിച്ചിടുവാണോ എന്ന് ചിലപ്പോൾ അവൻ ചോദിച്ചേനെ, ഇല്ലേ? ബാക്കി കേൾക്കാം. സാധാരണ ഇപ്പോൾ ഞാനൊരു ബിഷപ്പാണ്, എൻ്റെ പള്ളിയിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഇടവകയിൽ ഒരു അച്ഛൻ വന്നിട്ട് എന്നോട് പറയും, നമ്മുടെ അടുത്തൊരാൾ മരണപ്പെട്ടിരിക്കുന്നു, ആൾക്ക് അടക്കാൻ സ്ഥലമില്ല, സ്വന്തമായിട്ട് സ്ഥലമില്ല, എന്നാൽ നമ്മുടെ സെമിത്തേരിയിൽ അവരെ ഒന്ന് അടക്കാമോ എന്ന് അവരുടെ വീട്ടുകാരൊരു അപേക്ഷ തന്നിട്ടുണ്ട്. തിരുമേനിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനുവദിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ എന്തു ചെയ്യാം, മതാചാരപ്രകാരം അടക്കാൻ ഒരിക്കലും നിയമമില്ല, ഒരിക്കലുമില്ല. ആ വ്യക്തി ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണോ ആ മതാചാരപ്രകാരം ആ സെമിത്തേരിയിൽ അടക്കാനായിട്ട് എനിക്ക് അവരോട് പറയാനുള്ള അധികാരമുണ്ട്. അതായത് ബിഷപ്പിൻ്റെ അധികാരം വേണം. ഒരു ബിഷപ്പിൻ്റെ. അപ്പോഴാണ് ഇപ്പോൾ കൊല്ലം സുധിയെ അടക്കിയത് ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പായ സന്തോഷ് പി ചാക്കോ, റിഫോംഡ് ചർച്ച് എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിതമായിട്ട് നിർമ്മിച്ച ഒരു സ്വന്തം സഭ രൂപീകരിച്ച സന്തോഷ് പി ചാക്കോ എന്ന അയാളൊരു സ്വയം പ്രഖ്യാപിത ബിഷപ്പായിരുന്നു. ആളിപ്പോൾ പൊൻകുന്നം ജയിലിൽ ഇപ്പോൾ ഒരു 3-4 ക്രിമിനൽ കേസിൽ പിടിക്കപ്പെട്ട്, ചീറ്റിംഗ് കേസിൽ പിടിക്കപ്പെട്ട്, ക്രിമിനൽ കേസുകളിൽ പിടിക്കപ്പെട്ട് ചിങ്ങവനം പോലീസിൽ നിന്നും കേസെടുത്ത്, കോട്ടയം ചിങ്ങവനം പോലീസിൽ നിന്ന് കേസെടുത്ത് അയാളിപ്പോൾ പൊൻകുന്നം ജയിലിൽ കിടക്കുകയാണ്. സന്തോഷ് പി ചാക്കോ വളരെ നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജയിലിലാണ്. വിടുക, ഞാൻ അവനെ പറ്റി ഒന്നും പറയാനല്ല ഇവിടെ വന്നത്. ഇപ്പോൾ അദ്ദേഹം ഈ ഒരു ബിഷപ്പ് പറഞ്ഞതിനകത്തുനിന്ന് എനിക്കൊരു പുതിയ അറിവ് കിട്ടി. എനിക്ക് മനസ്സിലായ ആ ഒരു അറിവ് അത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭയിലുള്ള ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം അദ്ദേഹം പറയുന്നത് ഒരു ബിഷപ്പിൻ്റെ അധികാരം വെച്ച്, ഇപ്പം ഞാനൊരു ഹിന്ദുവാണ്, എൻ്റെ മരണശേഷം എന്നെ അടക്കാൻ സ്ഥലമൊന്നുമില്ല, ഒരു പള്ളി വികാരിയോ അല്ലെങ്കിൽ ഒരു ബിഷപ്പൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു പള്ളിയിൽ തന്നെ എന്നെ അടക്കാം. അതായത് എൻ്റെ ഹിന്ദു ആചാരപ്രകാരം വേണമെങ്കിൽ എന്നെ ആ ഒരു പള്ളിയുടെ സെമിത്തേരിയിൽ അടക്കാൻ ഇവർക്ക്,
അതായത് ഒരു ബിഷപ്പിന്റെ അധികാരം വെച്ച് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നെ ഈ അടക്കാൻ ഒരു സ്ഥലമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു സ്ഥലം വേണമെങ്കിൽ ഇവരൊക്കെ കൊടുത്തേനെ, പള്ളിയിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെ അടക്കായിരുന്നു ഹിന്ദു ആചാരപ്രകാരം. അല്ലാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യനായിട്ട് ഒരു ഹിന്ദുവായി ജനിച്ച ഒരാളെ ഒരു മാമോദിസയോ അങ്ങനെ ഒരു ക്രിസ്ത്യനിറ്റിയിലേക്ക് മാറാതെ ഒരിക്കലും പള്ളിക്കകത്ത് അടക്കാൻ, അതും ക്രിസ്ത്യൻ ആ ഒരു രീതിയിലാണല്ലോ അടക്കിയിരിക്കുന്നത്, മനസ്സിലായോ? കല്ലറയൊക്കെ ഉപയോഗിച്ച് അങ്ങനെയാണ് അടക്കിയിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. ഹിന്ദു ആചാരപ്രകാരം വേണമെങ്കിൽ അടക്കാമായിരുന്നു. അതിന് വേണമെങ്കിൽ ഇവർക്ക് അനുവാദം കൊടുക്കാം, ഒരു ബിഷപ്പിന് അനുവാദം കൊടുക്കാം. അതിപ്പം സുധിയുടെ കേസിലെന്നല്ല വേറെ ആരുടെ കേസിലാണെങ്കിലും അങ്ങനെ ചെയ്യാമെന്നാണ് ഈ അദ്ദേഹം പറയുന്നതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അത് കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയുള്ളൂ, ആ ഒരു സഭയിൽ ഉൾപ്പെട്ടവർക്കേ അറിയുള്ളൂ. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ക്ലിയർ ചെയ്ത് തരിക. പിന്നെ ബാക്കി നമുക്ക് ഇനി കേൾക്കാം. ഇതൊരു ഔദ്യോഗികമായി അംഗീകരിച്ച സഭയല്ല, ഒരിക്കലും അല്ല. അത് പൂട്ടി, ആ പള്ളി പൂട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഒരു പള്ളി പള്ളി സീൽ ചെയ്തു. ഒരിക്കൽ പോലും ഒരു ക്രിസ്ത്യൻ മതാചാര പ്രകാരമാണ് ഈ കൊല്ലം സുധിയെ അടക്കേണ്ടിയിരുന്നതെങ്കിൽ കൊല്ലം സുധി തീർച്ചയായിട്ടും പള്ളിയിൽ ചേർന്ന് മാമോദിസ സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് പള്ളിയിൽ ഒരു അംഗമായി തീർന്നെങ്കിലേ പള്ളിയിൽ ആചാരപ്രകാരം അടക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ക്രിസ്ത്യൻ ആചാരങ്ങൾ. എന്നാൽ ഈ കൊല്ലം സുധിയെ ഈ സുധിയുടെ സഹധർമ്മിണിയും പിതാവും മാതാവും പോകുന്ന പള്ളിയിൽ അവരെ അടക്കുവാനായിട്ട് ഇവർ പറഞ്ഞതനുസരിച്ച് ആരെ കൊല്ലം സുധിയുടെ മകനും ഫാദർ ഇൻ ലോയും മറ്റാൾക്കാരും ചേർന്ന് പറഞ്ഞതിൻ്റെ ആവശ്യമനുസരിച്ചാണ് അയാൾ കൊണ്ടുപോയി അയാളുടെ ചർച്ചിൽ അടക്കുന്നത്. അയാൾ അങ്ങനെയാണ് കൊണ്ടുപോയി അടക്കുന്നത്, ഇവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞുകൊണ്ടാണെന്നാണ് ആ ഒരു ബിഷപ്പ് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞത് അങ്ങനെയാണ്. ഇപ്പൊ സത്യം പറഞ്ഞാൽ സുധിയുടെ നമ്മൾ ഈ ആത്മാവെന്നൊക്കെ പറയാമല്ലോ, അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ എന്തോരം സങ്കടപ്പെടുന്നുണ്ടായിരിക്കും അല്ലേ? ഒരു ക്രിസ്ത്യനായിട്ടും മരിച്ചില്ല, ഒരു ഹിന്ദു ആയിട്ടും മരിച്ചില്ല, ഭാര്യയും ആ ഒരു സുധിയും സ്ഥിരമായിട്ട് പോകുന്ന പള്ളിയാണെന്നും പറഞ്ഞ് നേരെ അവിടെ കൊണ്ടങ്ങ് അടക്കി ഒരു ഹിന്ദുവിനെ. അതും ഒരു എന്താണ് മാമോദിസയോ ഒന്നും ചെയ്യാതെ, ഒരു ക്രിസ്ത്യനായിട്ട് മാറ്റുക പോലും ചെയ്യാതെ കൊണ്ടുവന്ന് അങ്ങ് കുഴിച്ചു മൂടി. കൊള്ളാം, നല്ല കാര്യം. എപ്പോഴെങ്കിലും രേണുസുധി ഒന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കണം. സ്വന്തം ഭർത്താവിന്, നിങ്ങൾ പറയുന്നത് പുള്ളിയുടെ ആഗ്രഹമായിരുന്നു, ആഗ്രഹങ്ങളൊക്കെ ഓക്കെ, നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ പുള്ളിയുടെ ആഗ്രഹം സത്യമായിരിക്കാം, പക്ഷേ ഒരു ആചാരാനുഷ്ഠാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തെമ്മാടിക്കുഴി കൊണ്ടൊന്ന് പുള്ളി അടയ്ക്കാൻ പോരെ? ഇതിപ്പം അങ്ങനെ പറയണ്ട, ഇതിപ്പോൾ ഏകദേശം അവിടെ ആ അടക്കിയിരിക്കുന്ന സ്ഥലം ഒരു തെമ്മാടിക്കുഴിയാണെന്ന് തന്നെ നമുക്ക് പറയാം, മനസ്സിലായില്ലേ? കാരണം അത് മൊത്തത്തിൽ പൂട്ടിപ്പോയി. അങ്ങനെ പൂട്ടിയ ഒരു സ്ഥലത്താണ് പുള്ളിയുടെ ഇപ്പോഴും കിടക്കുന്നത്, ആത്മാവുള്ളത്. ആ ഒരു പരുവത്തിലേക്ക് എന്തായാലും ആക്കി കൊടുത്തല്ലോ. ഇപ്പം എന്നിട്ട് വലിയ ന്യായീകരണമൊക്കെ രേഷ്മ സുധിയുടെ ഭാഗത്തുനിന്ന് കണ്ടായിരുന്നു. അതായത് ആ പള്ളിയിലച്ഛൻ, അവിടെ ആ ഉഡായിപ്പ് ബിഷപ്പ്, അയാളെ പറ്റി നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു, ഇപ്പോഴാണല്ലോ അറിയുന്നത്. അറിഞ്ഞപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് വല്ല വകുപ്പും ഉണ്ടോ? തെറ്റ് ചെയ്തില്ലേ ഓൾറെഡി, ഇനിയിപ്പോൾ അത് മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ. മര്യാദയ്ക്ക് ഹിന്ദു ആചാരപ്രകാരം ആ വ്യക്തിയെ അടക്കിയായിരുന്നെങ്കിലോ? നമുക്ക് ബാക്കി കാണാം. സുധിക്ക് എപ്പോഴോ രേണുസുധിയുടെ ഇന്റർവ്യൂവിൽ എന്തോ പറഞ്ഞു കേട്ടതായിട്ടുള്ള ഓർമ്മയാണ്. സുധി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ എനിക്ക് അതിനെപ്പറ്റി പേഴ്സണലായിട്ടുള്ള അവരുടെ കാര്യം. അപ്പോഴും ഇത് രേണുസുധിയിൽ മാത്രം അവകാശം വരുന്നതല്ലല്ലോ സുധി എന്ന വ്യക്തിയുടെ ഭൗതിക ശരീരം. സുധിയുടെ മാതാവ് ജീവിച്ചിരിക്കുമ്പോൾ മാതാവിന്റെ അഭിപ്രായത്തിന് 100% വിലയുള്ളൊരു സാഹചര്യമുണ്ട്. തന്റെ സ്വന്തം പിതാവ് മരണപ്പെട്ടു ലീഗലി തീർച്ചയായിട്ടും കോടതിയിലെ അഭിപ്രായ പ്രകാരമാണ്. ഞാൻ അഡ്വക്കേറ്റിനോട് ചോദിച്ചിട്ടാ പറഞ്ഞത്, മാതാവിനും മകനുണ്ടെങ്കിൽ മകനും അതിനകത്ത് പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് അവരുടെ മകൻ പറഞ്ഞിട്ടാണ് അടക്കിയിരിക്കുന്നതെന്നാണ് ഇവർ പല ഇന്റർവ്യൂസിലും പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഇന്റർവ്യൂവിലും ഞാനും കേട്ടത് അങ്ങനെയാണ്, മകനോട് ചോദിച്ചിട്ടാണ്. പിന്നെ ഇടയ്ക്ക് എവിടെയോ പറയുന്ന കേട്ടു, ഈ സുധിയുടെ ബ്രദറിനെ വിളിച്ച് അന്വേഷിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്തോ പറയുന്ന എവിടെയോ കേട്ടിട്ടുണ്ട്. അതല്ലാതെ സുധിയുടെ അമ്മയോട് ചോദിച്ചു എന്നുള്ളൊരു സാധനം എങ്ങും പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷേ ബിഷപ്പ് പറയുന്നത് കേട്ടല്ലോ, ആ അമ്മയ്ക്കും അവകാശമുള്ളതാണ്, മനസ്സിലായില്ലേ? മോൻ്റെ കാര്യത്തിൽ മോനെ എവിടെ അടക്കണമെന്നുള്ളത് ഇവിടെ അതൊന്നും പറയുന്നേ ഇല്ല. 18 വയസ്സുള്ള മോനോട് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു അവിടെ അടക്കിക്കോളാൻ. ആ മോനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുമോ? ആണെങ്കിലോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ പാവം പയ്യൻ ഇപ്പോഴും പല കാര്യങ്ങളും വന്ന് തുറന്നു പറയുന്നില്ല. നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട് അവൻ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല എന്നുള്ളത്. അവനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണെങ്കിലോ അവൻ എന്തെങ്കിലും മിണ്ടുവോ? ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിയോട് രേണുസുധി സത്യം പറഞ്ഞാൽ സുധി എന്ന് പറയുന്ന ഭർത്താവിനോട് ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂരതയല്ലേ? എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പുള്ളിയുടെ ആത്മാവിനോട് ചെയ്തൊരു ക്രൂരത, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ പുള്ളിയെ വീണെ നിർത്തിയിരിക്കുക.
ബാക്കി മാതാവിന്റെ അഭിപ്രായം എന്തായിരുന്നു എന്നറിയാം. അതിനെപ്പറ്റി ഞാൻ അവരുടെ മാതാവുമായിട്ട് സംസാരിച്ചിട്ടില്ല, പക്ഷെ അത് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ മനസ്സിലാകും. കേട്ടല്ലോ ആ അമ്മയുടെ അഭിപ്രായം. അതിനെയും തിരക്കേണ്ടതാണ്. ഈ മരുമകൾ രേണുസുതി അത് തിരക്കിയിട്ടുണ്ടോ നമുക്കറിയത്തില്ല. അവരെങ്ങും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അവരെല്ലാ ഇന്റർവ്യൂവിലും നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങുകൾ അടക്കിയതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് കിച്ചുവിനോടാണല്ലോ അവകാശം, അവനോട് ചോദിച്ചു. കിച്ചുവിന് മാത്രമല്ല സുധിയുടെ അമ്മയ്ക്കും ഉണ്ട്. അവരോട് ചോദിച്ചോ ഇല്ലയോ എന്ന് ഇതിനായിട്ടും എങ്ങും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അവരൊരിക്കലും സമ്മതിക്കുമെന്ന്. സ്വന്തം മകനെ ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയി അതും ഒരു ക്രിസ്ത്യനാക്കി മാറ്റാതെ അവനെ കൊണ്ടുപോയി ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുപോയി കല്ലറയ്ക്കകത്തിട്ട് മൂടിയതിനകത്ത് അവര് യോജിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബാക്കി കേൾക്കാം. ഇനിയാണ് മെയിൻ കാര്യം. ഇനിയാണ് ഈ ഒരു നമ്മുടെ ബിഷപ്പ് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഈ ഒരു സ്ത്രീ കാരണം അതിനെപ്പറ്റി പറയാൻ പോകുന്നത്. നമുക്കിനി അത് കേൾക്കാം. രേണുസുതിയെ എന്നെ കൂട്ടി അപവാദങ്ങൾ പറയുന്ന മനുഷ്യർ ഒന്ന് ഓർക്കണം. പൊങ്ങന്താനം, വാകത്താനത്തിനടുത്ത് പൊങ്ങന്താനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ വാടക വീട്ടിൽ ഒരു കുടിസ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന 2 കുഞ്ഞുങ്ങളെയും 2 മാതാപിതാക്കളെയും ഈ കുടുംബത്തെ മൊത്തമായി അവിടെ നിന്ന് ഇവിടെ കൊണ്ട് താമസിപ്പിക്കുവാൻ 24 ചാനലും KHDCയും ഞാനും ഗ്രൂപ്പുകാരും ഒക്കെ ചേർന്ന് ചെയ്ത വലിയൊരു പ്രയത്നമായിരുന്നു അത്. ആ പ്രയത്നത്തിൽ എന്നെ അപശ്രുതി ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ പൊതുസമൂഹത്തിൽ എങ്ങനെ ഒരാൾക്ക് ഇറങ്ങിപ്പോയി ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് കഴിയും, അത് പൊതുസമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ആളുകൾ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്ന കുറയും, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് അതിന് നല്ലൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി വീട് വെച്ചു കൊടുത്താലോ ഓക്കെ, അതൊക്കെ പോട്ടെ, ഇനി ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പക്ഷേ 10-28 ലക്ഷം രൂപയുടെ സ്ഥലമാണ് ഇദ്ദേഹം കൊടുത്തത് വീട് വെക്കാനായിട്ട്. ഇദ്ദേഹം കേൾക്കുന്ന ഒരു അപവാദങ്ങൾ ആ സ്ത്രീയെ വെച്ച് പലതും, ഇനിയും ഇതൊന്നും അല്ല, ഇനിയും കുറേ കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അതും കൂടെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേയൊക്കെ നിങ്ങൾ കേട്ടതായിരിക്കും. അദ്ദേഹം കച്ചവടം, ആ ഒരു എന്തിനാ രേണു തന്നെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, ആ സ്ഥലം അവരുടെ വീട് വന്നു കഴിയുമ്പോഴത്തേക്ക് സുധിക്ക് വേണ്ടി കൊടുത്തൊരു വീടാകുമ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നല്ല കാശിന് വിറ്റുപോകും, അതിനുവേണ്ടി ചെയ്തതാണെന്നൊക്കെ രേണു തന്നെ പറയുന്നുണ്ട്. എന്ത് ചീപ്പാണല്ലേ അത്. ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ കിടന്നവരെ സഹായിച്ചതാണ്, ഒന്നുമില്ലായ്മയിൽ കിടന്നവരെ. അതിനുവേണ്ടി ആ പള്ളിയച്ചൻ കേൾക്കുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇനിയും എല്ലാവരും മടിക്കും എന്തെങ്കിലുമൊക്കെ. രേണു അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കാരണം സമൂഹത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ അർഹതപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇനി അവരുടെ കയ്യിലേക്ക് ഒന്നും എത്തത്തില്ല, ചെയ്യാൻ ആളുകൾ മടിക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ബാക്കി ഇനി ഈ ബിഷപ്പ് പറയുന്നതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ആകെ കൂടെ ചെയ്തത് അവരെ ഔദ്യോഗികമായിട്ട് അവരുടെ വീട്ടിൽ ഈ വീട് വെഞ്ചരിക്കുവാനായിട്ട് ബ്ലസ് ചെയ്യുവാനായിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൊല്ലസുധിയുടെ 2ാം ചരമവാർഷികത്തിന് അവരെന്നെ ക്ഷണിച്ചിരുന്നു. അന്ന് 3 മണിക്ക് ഞാൻ അവിടെ പോയി 2 മിനിറ്റ് ഒരു പ്രയർ സർവീസിൽ സംബന്ധിച്ചു. എന്നെ സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ ബന്ധമല്ലാതെ എനിക്ക് രേണുസുതി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ താരവുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കേട്ടപ്പോൾ ഏറ്റവും വേദനാജനകമായി തോന്നിയത് എന്തായിരുന്നു? ഏറ്റവും വേദനാജനകമായിട്ട് പോയത് ഞാൻ എന്തോ പേരെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്കിത് ഫെയിമിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ പലരും പറയും ഞാൻ ഇവരെ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെന്നെ വളരെ വേദനിപ്പിച്ചൊരു കാര്യം. എൻ്റെ പ്രോപ്പർട്ടികൾ വിറ്റ് മാറാൻ വേണ്ടിയിട്ട്, എൻ്റെ കുറേ പ്രോപ്പർട്ടികൾ സെയിൽ ചെയ്യാനായിട്ട് ഞാൻ ഇവരെ മാർക്കറ്റ് ചെയ്യുവാൻ, കൊല്ലം സുധിയുടെ പേരും അവരുടെ ഫാമിലിയും ഞാൻ ഒരു മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു എന്നൊരു ചോദ്യം വന്നപ്പോൾ എന്നെ മുറിപ്പെടുത്തിയത് തന്നെയാണ്, എൻ്റെ കുടുംബത്തെ മുറിപ്പെടുത്തി. സഹായം ചെയ്യാൻ പോയിട്ട് പുള്ളിയുടെ കുടുംബത്തിന് വരെ കേൾക്കേണ്ട, പുള്ളിയുടെ കുടുംബം വരെ വിഷമിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതെല്ലാം പോട്ടെ, അദ്ദേഹം ആദ്യമേ പറഞ്ഞത് നിങ്ങൾ കേട്ടോ. എന്തിനാ അദ്ദേഹം ആ വീട്ടിൽ ചെന്നത്? വളരെ എനിക്ക് തോന്നുന്നു 2ഓ 3ഓ തവണ എങ്ങാണ്ടേ ചെന്നിട്ടുള്ളൂ. ഒന്ന് 2ാം ചരമവാർഷികത്തിന്, പിന്നെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ആ ഒരു വീടിൻ്റെ ഇവര് പാല് കാച്ചൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറുന്ന ആ സമയത്ത് ഇദ്ദേഹം ചെന്നു. അങ്ങനെ 1-2 തവണ ചെന്നിട്ടുള്ള. എന്നിട്ട് ഇന്നും അദ്ദേഹം വന്ന് വീണ്ടും ആ ചെന്ന ഡേറ്റ് വരെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം ആളുകളുടെ സംശയം, ഇല്ലെങ്കിൽ ആളുകൾക്ക് ആ ഒരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും ആ സംശയം പറയത്തുമില്ല, ഒരിക്കലും ഞാൻ പറയത്തില്ല. നല്ലൊരു കാര്യം ചെയ്ത് അദ്ദേഹത്തെ എന്തിനു മുൾമുനയിൽ നിർത്തുന്നു? രേണുമായിട്ടൊരു അതൊക്കെ വെറും ചീപ്പാണ്. അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ എന്തായാലും ചെയ്യാൻ ചെല്ലില്ല. എനിക്ക് തോന്നുന്നില്ല. സമൂഹത്തിലെ ആളുകൾ എവിടേക്കോ ചില കമന്റുകളും വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ
ഇതിനൊക്കെ ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ വരാൻ കാരണമായത് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഇന്റർവ്യൂവിലിരുന്ന് ഇദ്ദേഹം ഈ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന 28 ലക്ഷം രൂപയുടെ സ്ഥലം കൊടുത്ത് അദ്ദേഹം തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്തു എന്നുള്ള കഥകളൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത് അദ്ദേഹം അവസാനം പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ. എന്തിന് അദ്ദേഹം വീണ്ടും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാം കൂടെ ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു ഉദ്ദേശമെങ്കിൽ വല്ല വേറെ ആർക്കെങ്കിലും നല്ല ഏതെങ്കിലും ഒരു സ്റ്റാറിന് കൊടുത്തിട്ട് ഇന്ന സ്റ്റാർ അവിടെ താമസിക്കുന്നുണ്ട് എൻ്റെ സ്ഥലത്ത്, അതിൻ്റെ പേരിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൊടുക്കായിരുന്നു. ഇത് ഈ കൊല്ലം സുധി മരിച്ചതിന് ശേഷം അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്ത വീട്, അല്ലെങ്കിൽ അയാളുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീട്, അതിൻ്റെ പേരും പറഞ്ഞൊരു മാർക്കറ്റിംഗ്. അതുകൊണ്ട് എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഈ കൊല്ലം സുധി അല്ലെങ്കിൽ ഈ രേണു സുധിയൊക്കെ വന്ന് ആ ഒരു കാർ ആക്സിഡന്റിൽ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷം ഭാര്യ ഇപ്പൊ കിടന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കുന്തളിപ്പ്, ഇതുകൊണ്ടൊക്കെയാണ് ഇവര് ആളുകളിലേക്ക് എത്തിയത്. മനസ്സിലായില്ലേ? ഒരു കുപ്രസിദ്ധയിലൂടെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുക. അവരെ വിറ്റ് ഒരു പള്ളിയിലച്ഛന് പുള്ളിയുടെ സ്ഥലം വിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല, ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.